റിട്ടയർ കേണൽ രാജു മണാളി കൂടെ ചേരുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യം, അതായത് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ആഭ്യന്തരവുമായിട്ടൊക്കെ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ എംപിമാരെല്ലാം തന്നെ അവിടുത്തെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കടന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ജീവിതത്തിലേക്കൊക്കെ കടക്കുകയാണെങ്കിലൊക്കെ തന്നെ അവിടെ നിലവിൽ നിൽക്കുന്നത് വളരെ വലിയൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു പ്രത്യാക്രമണവും ഉണ്ടാകുന്നത്. എങ്ങനെയായിരിക്കാം ഇനി പാകിസ്ഥാന്റെ അടുത്ത തുടർ നടപടികളും മറ്റുമൊക്കെ? പാകിസ്ഥാനിൽ തമ്മിലടി പാകിസ്ഥാൻ അങ്കലാപ്പിലാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പഹൽഗാമിനും മറുപടി കൊടുത്തപ്പോൾ അത് ചില ബേസിക് പ്രിൻസിപ്പിൾസ് അഡീർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഒന്ന്, LOC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോർഡർ വയലേറ്റ് ചെയ്തില്ല, എയർ സ്പേസ് വയലേറ്റ് ചെയ്തില്ല, ഒരു കൊളാറ്ററൽ ഡാമേജും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. നാശനഷ്ടം ഭീകര ക്യാമ്പുകൾക്ക് മാത്രമായിരുന്നു. ഭീകര ക്യാമ്പുകൾക്ക് മാത്രമല്ല, ക്യാമ്പുകൾ മാത്രമല്ല, ഹെഡ് ക്വാർട്ടേഴ്സുകൾ. അത് എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള ആക്രമണവും നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായത്. പിന്നെ എന്ത് എന്നുള്ളതിന് നമ്മൾ അവരൊരു 14-15 ദിവസം അവരെ ബുദ്ധിമുട്ടിച്ചു. എന്ത് വരും, എവിടെ വരും, എങ്ങനെ വരും എന്നൊക്കെ അറിയാതെ ഒരു വിഷമിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർ പ്ലാൻ ഇല്ലാത്ത മാതിരി എനിക്ക് തോന്നുന്നു. അവര് പലയിടത്തും രീതിയിലുള്ള ആക്രമണങ്ങളാണ് അയച്ചുവിട്ടത്. ഡ്രോൺസും അതുപോലെ തന്നെ ഷെല്ലിംഗ്, LOC മുഴുവൻ ഉടനീളം ഷെല്ലിങ്ങും സിവിലിയൻസിനെ ആക്രമിക്കലും, അതുപോലെ ഒരു മെച്യൂർഡ് ആർമി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പാകിസ്ഥാനി കഴിഞ്ഞ 2 ദിവസങ്ങൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ അവര് സിംല കരാർ റദ്ദാക്കും എന്ന് പറയുന്നു. സിംല കരാറിൽ എന്താണ് ബാക്കി ഉണ്ടായിരുന്നത് റദ്ദാക്കാനായിട്ട്? അവരെല്ലാം എന്നെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ എല്ലായിടത്തും അവർക്കൊരു ഒരു സാധാരണഗതിയിൽ ഒരു ഓപ്പറേഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു വാർ ഗെയിമിങ് നടക്കേണ്ടതാണ്. എങ്ങനെ സംഭവിക്കും, ഇന്നത് സംഭവിച്ചാൽ ഞങ്ങൾ ഇന്നമാതിരി ചെയ്യും, ഞങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ ആലോചിക്കേണ്ടതാണ്. അതൊന്നും ആലോചിക്കാതെ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൂടെ ഇന്ത്യയുടെ മുട്ടുമടക്കിക്കാം ഉള്ള ധാരണയിൽ ചെയ്തു വെച്ചൊരു പ്രവൃത്തിക്ക് അവരതിന്റെ വില ഇപ്പൊ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് ഇതിലെല്ലാം കൂടുതലായിട്ട് നമ്മൾ കാണേണ്ടത്, അപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി അറിഞ്ഞുകൂടാത്തൊരു സ്റ്റേജാണ്. അതിലൊരു അപകടം പതിയിരിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ പാകിസ്ഥാൻ ആയതുകൊണ്ടും പാകിസ്ഥാന്റെ ആർമി ആയതുകൊണ്ടും ആണവായുധങ്ങൾ അവരുടെ ഉള്ളത് കൊണ്ടും അത് ഉപയോഗിക്കും, ഞങ്ങൾ ഫസ്റ്റ് യൂസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പേടിപ്പിക്കലിന്റെ സ്വരത്തിലൊക്കെ, ഒരു ഭീഷണിയുടെ സ്വരമൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം. പക്ഷേ അവർ ചെയ്യുന്നതിനെല്ലാം അതേപോലെ തന്നെ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഇതിലേറ്റവും പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ബലൂചിസ്ഥാൻ ആർമി, ലിബറേഷൻ ആർമി, അവരിപ്പോ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഞാൻ അവിടെ വായിച്ചു കുറച്ചു നേരം മുമ്പ്. അവരൊരു 14 ചോക്കീസ്, പാകിസ്ഥാൻ ചോക്കീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റുകളാണ്, ബോർഡർ പോസ്റ്റുകൾ, ആ സൈഡിലുള്ള മറുവശത്തുള്ള ബലൂചിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള പാകിസ്ഥാന്റെ ബോർഡർ പോസ്റ്റുകൾ പിടിച്ചെടുത്തു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അവര് ഭീകരാക്രമണങ്ങളൊക്കെ ബലൂചിസ്ഥാൻ ആർമി ചെയ്തിരുന്നു, പക്ഷെ 14 ചോക്കികൾ പിടിച്ചെടുക്കുന്നത് ആദ്യം ആയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് തുറക്കുകയാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണം ഒരു വശത്ത്, അല്ലെങ്കിൽ പ്രത്യാക്രമണം ഒരു വശത്ത്, മറ്റേ സൈഡിൽ ബലൂചിസ്ഥാൻ ഓൾറെഡി അവരുടെ തന്ത്രങ്ങൾ പയറ്റി തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവര് ഓൾറെഡി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് പലരെയും സമീപിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കണം എന്നുള്ളത്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗവൺമെന്റ് നേരത്തെ എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. നിങ്ങൾ പ്രത്യാക്രമണമായിട്ട് വരാതിരുന്നാൽ എസ്കലേഷൻ ഉണ്ടാവില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പുറകെ നടക്കാതെ ചൈനയുടെയും ബാക്കിയുള്ള
ഖത്തറിന്റെ ഇറാന്റെ ഒക്കെ പുറകെ നടക്കാതെ നേരിട്ട് ഞങ്ങൾ ഇനി എസ്കലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നേരിട്ട് സംസാരിക്കാൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല? ആ ഒരു മെന്റാലിറ്റി വന്നാൽ പാകിസ്ഥാൻ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ബുദ്ധിമുട്ടാവും. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, അസീം മുനീർ അവരുടെ ആർമി ചീഫിനെ തടങ്കലിലാക്കിയിരിക്കുന്നു, അവിടെ ഒരു നേതൃമാറ്റം വന്നു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് അതൊരു വാസ്തവമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവിടെ. അതും കൂടെ ആകുമ്പോൾ ഇങ്ങനൊരു അസീം മുനീർ തുടങ്ങിവെച്ചൊരു മിസ്അഡ്വെഞ്ചർ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവിടെ ആർക്കും ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല, ഇത് ശരിയാണെങ്കിൽ. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് അധികകാലം ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിട്ട് പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതായിരിക്കാം ഇനി അടുത്ത 2-3 ദിവസങ്ങളിൽ നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ പോകുന്ന ഇവന്റ്സ് എനിക്ക് തോന്നുന്നു. ഈ കരസേനയ്ക്ക് ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ടെറിട്ടോറിയൽ ആർമി? ഈ ടെറിട്ടോറിയൽ ആർമിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം വാർ ടൈമിൽ റിയർ ഏരിയ സെക്യൂരിറ്റിയാണ്. റിയർ ഏരിയ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ജമ്മു അതിൻ്റെ അടുത്ത ഏരിയാസ് നോക്കാം. അവിടെ ഷെല്ലിങ് കാരണം സിവിലിയൻസിനെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഇവാക്യുവേഷൻ മാനേജ് ചെയ്യുക, അതുപോലെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ്, ഈ പല വലിയ തന്ത്രപ്രധാനമായ ബ്രിഡ്ജസ്, ഇൻസ്റ്റലേഷൻ, ഇതൊക്കെ കാത്തുരക്ഷിക്കുക. ഇതിനാണ് ബേസിക്കലി ടെറിട്ടോറിയൽ ആർമി യൂസ് ചെയ്യുന്നത്. ടെറിട്ടോറിയൽ ആർമി യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ റിയർ ഏരിയ സെക്യൂരിറ്റിയുടെ ആവശ്യം വരുന്നു, അതിനായിട്ട് ടെറിട്ടോറിയൽ ആർമി നിയോഗിക്കുന്നതാണ് എൻ്റെ അർത്ഥം. സർ, നിലവിൽ സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാനെ കൈയൊഴിഞ്ഞൊരു നിലപാടാണ് ലോകബാങ്ക് എടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ വളരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന ഒരു നടപടി തന്നെയാണ് ലോകബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നവും നയപരമായിട്ടുള്ള പ്രശ്നത്തിൽ ഒന്നും തന്നെ ഇടപെടില്ല എന്നുള്ളൊരു നിലപാടാണ് ലോകബാങ്ക് കൈക്കൊണ്ടിരിക്കുന്നത്. അതും പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ ഈ നദീ ജല കരാറൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ അതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ എസ്കലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഭീകരരെ ഇനി ഞങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിലിടാൻ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പാകിസ്ഥാൻ കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സർക്കാരോ നമ്മുടെ ജനതയോ പാകിസ്ഥാൻ ജനതയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കില്ല. അപ്പോൾ ഈ നദീജല കരാറൊക്കെ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് മേലൊരു സമ്മർദ്ദം വേണമല്ലോ. ആ സമ്മർദ്ദത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ചെയ്തു എന്നുള്ളത്, അതിനപ്പുറം ഇതിന് വലിയ കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.